ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ചെറിയൊരു പർച്ചേസിങ് വ്ലോഗായിട്ടാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കും സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു ഓവർലോക്കിൻ്റെ മെഷീൻ കുറേ നാളായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത് വാങ്ങിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുന്നത് എവിടെ നിന്നെന്ന് വെച്ചാൽ എറണാകുളത്തുള്ള KC പപ്പു ആൻഡ് സൺസിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പവർ മെഷീനും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. എൻ്റെ അടുത്തൊരു 1 വീക്കാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു 4 ഡേയ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മെഷീൻ വന്ന് എടുത്തോളാൻ പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഞാൻ ഓവർലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അത് ഇവരുടെ തന്നെ ഷോപ്പ് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. ആർട്ട് എന്ന് പറഞ്ഞിട്ട് KC പപ്പു ആൻഡ് സൺസിൻ്റെ തന്നെ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ ത്രെഡ് എടുക്കാൻ വന്നത്. ഇതിൻ്റെ പല ബ്രാൻഡിൻ്റെ ഉണ്ട്, കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ ചോദിച്ചു ഏതാണ് നല്ലതെന്ന്. അപ്പോൾ അവർ ഈ ഒരു VKM എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരു പീസ് വന്നിട്ട് 75 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ 3 എണ്ണം ഞാൻ വാങ്ങിച്ചു. കാരണം ഞാൻ 3 ത്രെഡിൻ്റെ ഓവർലോക്ക് മെഷീനാണ് എടുത്തത് കേട്ടോ. ഇവർ വീട്ടിൽ കൊണ്ടുവന്ന മെഷീൻ തരും, പക്ഷേ ഞാനത് ഷോപ്പിൽ വന്ന് എടുക്കാമെന്ന് പറഞ്ഞത്. എനിക്ക് ഈ നൂല് കോർക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നോർമൽ ഇതുപോലെ അല്ലല്ലോ ലോക്കിംഗ് മെഷീന് ത്രെഡ് നൂല് കോർക്കുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഫസ്റ്റ് ടൈം ഒന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും മനസ്സിലാവില്ല. ഒരുപാട് തവണ കണ്ടാലോ നോക്കിയിട്ടൊക്കെ ചെയ്താലാണ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ മെഷീൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഈ മെഷീൻ ബ്രദർ കമ്പനിയുടെ മെഷീനാണ് കേട്ടോ. അപ്പോൾ വേറെയും കമ്പനീസ് ഉണ്ടായിരുന്നു. ഞാൻ 3 ത്രെഡിൻ്റെ ചോദിച്ചപ്പോൾ ഈ ബ്രദറിൻ്റെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ത്രെഡ് മാത്രമല്ല 4 ത്രെഡും 5 ത്രെഡും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. എനിക്ക് പിന്നെ ഞാൻ വീട്ടിൽ ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന സ്മോൾ ബിസിനസ് ചെയ്യുന്ന കൊണ്ട് എനിക്ക് ഇത് തന്നെ ധാരാളമായിട്ട് തോന്നിയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 3 ത്രെഡിൻ്റെ മെഷീൻ തന്നെ എടുത്തത്. പിന്നെ ഈ മെഷീൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വേറെ ഒരുപാട് ഷോപ്പിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗറിൻ്റെ ഷോപ്പിൽ, പിന്നെ ഉഷയുടെ ഷോറൂമിലൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചൊക്കെ നോക്കുമ്പോൾ റേറ്റ് കുറച്ചും കൂടി അഫോർഡബിളായിട്ട് തോന്നിയത് എനിക്ക് ഈ പപ്പു ആൻഡ് സൺസിലാണ്. ഉഷയിൽ ചോദിച്ചപ്പോൾ അവർ ടേബിൾ അതായത് മെഷീൻ വയ്ക്കുന്ന ടേബിൾ അടക്കം ഉള്ള റേറ്റാണ് പറഞ്ഞത്. അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല റേറ്റ്. പക്ഷേ ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ മെഷീൻ എടുത്തത് 8300 ആണ് ഈ ഒരു മെഷീൻ എടുത്തപ്പോൾ എനിക്ക് ആയത് കേട്ടോ. നമുക്കിത് സെപ്പറേറ്റ് ടേബിളിൻ്റെ ഒരു ആവശ്യമില്ല. ഈ താഴെ കാണുന്ന ആ ഒരു വുഡ് ഫിനിഷിംഗ് ഉള്ള ഒരു സംഭവത്തിലാണ് ഇത് ഇരിക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ഏതെങ്കിലും ടേബിളിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടേബിൾ അടക്കം വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ഒരു പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പല ഷോപ്പുകളിലും ടേബിൾ അടക്കമുള്ള അതേ സ്റ്റോക്കേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് റേറ്റും കൂടുതലായിരിക്കും. ഒരു 10,000 അറൗണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളതിൽ വെച്ച് എനിക്ക് അഫോർഡബിളായിട്ട് തോന്നിയത് ഈ ഒരു റേറ്റാണ്. അപ്പോൾ ഞാൻ അത് കാരണം പിന്നെ കമ്പനി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചോയ്സ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നൂല് കോർക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ല. കാരണം ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനെയിട്ട് മനസ്സിലാവത്തുമില്ല. എനിക്കും മനസ്സിലായിട്ടൊന്നുമില്ല ഇതെങ്ങനെ കോർക്കണേന്ന്. എനിക്കിനി ഒന്നും കൂടി യൂട്യൂബൊക്കെ നോക്കി ഇതിൻ്റെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എനിക്കിനി ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഈ വീഡിയോ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കംപ്ലീറ്റ് ഫുള്ളായിട്ടൊന്നും അല്ല കേട്ടോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. കാരണം ഇങ്ങനെ കണ്ടാലും മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ കസ്റ്റമേഴ്സിന് ഓവർലോക്ക് ചെയ്ത് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ ഓവർലോക്ക് ചെയ്താണ് കൊടുക്കാറ്. പിന്നെ ഉള്ളത് സൈഡ് മടക്കി അടിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ സിംഗറിൻ്റെ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ട്. അതിൽ 6 ആക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിട്ടിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ്. പക്ഷേ അത് നമ്മുടെ ഓവർലോക്കിൻ്റെ അത്രയും ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ഓവർലോക്കായിട്ട് ഇരിക്കും. നൂലൊന്നും ഊരി പോവാതിരിക്കുമായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പെർഫെക്ഷൻ ഫിനിഷിംഗ് ഒക്കെ കുറവായത് ആണല്ലോ എന്ന് ഓർത്തിട്ട് എന്തായാലും ഈ ഒരു മെഷീൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് ഈ നൂല് കോർക്കുന്നത് തനിയെ പഠിച്ചിട്ട് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മെഷീനൊക്കെ സെറ്റ് ചെയ്ത് എനിക്കിത് ഓവർലോക്ക് ചെയ്തൊന്ന് ഡെമോ കാണിച്ചു തരുവാണ്.
അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് അടിക്കുമ്പോഴത്തേക്കും ഒരു ബ്ലേഡ് ഉണ്ട്, അത് കട്ടായി പോവും, അങ്ങനെ ലോക്കായി സൈഡിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ബാക്കിൽ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഷോപ്പിൽ ഡെമോ കാണിച്ചതിന് ശേഷം ഞാനൊരു തവണ ചെയ്ത് നോക്കിയായിരുന്നു, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. എനിക്ക് ആകെ ഈ ചെയ്തതിൽ നൂല് കോർത്തതിൽ വെച്ച് എനിക്ക് ആകെ മനസ്സിലായത് ഈ മെഷീനിൽ ഇത് ഓവർലോക്ക് ചെയ്യുന്നതാണ്. വേറെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് ഈ മെഷീൻ സ്കൂട്ടറിൽ, അതായത് ടൂ വീലറിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് വരാമെന്നാണ് ഓർത്തത്. പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര വലുതായിരുന്നു. ഈ ടേബിള്, ഈ ബോക്സ് ഒന്നും കയറില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് ഇത് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.